ഹലോ മൈ ഡിയർ കിഡ്സ്, വെൽക്കം ടു മൈ ചാനൽ. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സിനെ കുറിച്ചും ബട്ടർഫ്ലൈസിനെ കുറിച്ചും ഒക്കെ പഠിച്ചു. ഇന്ന് നമുക്ക് അത്രയും ബ്യൂട്ടിഫുള്ളായ കുറച്ച് കൂട്ടുകാരെ കുറിച്ച് കൂടി കേൾക്കാം. നമ്മുടെ വീട്ടുമുറ്റത്തും ചുറ്റുമുള്ള മരങ്ങളിലൊക്കെ വന്നിരിക്കുകയും പാട്ടുപാടുകയും ആകാശത്ത് പാറി പറക്കുകയൊക്കെ ചെയ്യുന്നത് ആരാണ്? ബേഡ്സാണ് അല്ലേ? ഇറ്റ് ഈസ് വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ ക്രിയേഷൻ ഓഫ് ഗോഡ്. പ്രകൃതി ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിറക്കൂട്ടുകൾ ചാലിച്ചാണ് പക്ഷികൾക്ക് നിറം കൊടുത്തിരിക്കുന്നത്. റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, പിങ്ക് അങ്ങനെ എല്ലാ നിറങ്ങളിലും ബേഡ്സിനെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പല ടൈപ്പ് ഓഫ് ബേഡ്സും ഉണ്ട് പ്രകൃതിയിൽ. ആമസോൺ റെയിൻ ഫോറസ്റ്റ് റീജിയനിലുള്ള കൊളംബിയ, പെറു, ബ്രസീൽ എന്നീ രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ബേർഡ് സ്പീഷീസിനെ കാണാൻ സാധിക്കുന്നത്. പഴയ കാലത്തെ ഡിനോസറുകളിൽ നിന്നുമാണ് ബേർഡ് സ്പീഷീസ് ഉണ്ടായതെന്നാണ് സയൻസ് പറയുന്നത്. കൂടുതൽ ഇൻഫർമേഷന് വേണ്ടി വിക്കിപീഡിയ പോലെയുള്ള സൈറ്റുകളിൽ നോക്കാം. ഇനി വെറൈറ്റീസ് ഓഫ് ബേർഡ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഏതൊക്കെയാണ്? ഹോൺബിൽ, വുഡ്പെക്കർ, പാരറ്റ്, മക്കാവു, കൊക്കാട്ടു, സ്വാൻ, ഫിഞ്ച്, കിങ്ഫിഷർ അങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട് അല്ലേ? ഈ ബേഡ്സ് എല്ലാം വളരെ ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. കുഞ്ഞുങ്ങൾക്ക് ബേഡ്സിനെയൊക്കെ വരയ്ക്കാൻ അറിയാമോ? ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ടൊരു ബേർഡിനെ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. ഇതെന്താണ്? ഇത് റായാണ്. അത് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി ഈ റാ വരച്ചതുപോലെ തന്നെ ഒരു റായും കൂടെ ചേർത്ത് അതിനോടൊപ്പം തന്നെ വരയ്ക്കണം. ഇതുപോലെ വരയ്ക്കണം. ഇനി അതിൻ്റെ നടുക്കായിട്ട് ഒരു വട്ടം വരയ്ക്കണം. അതെന്താണ്? ബേഡിൻ്റെ ഹെഡാണ്. ഇനി ബീക്ക് വരച്ചു കൊടുത്തു. ഇനി കണ്ണ്, ഐ വരച്ചു. ഇനി ആ റായുടെ രണ്ടറ്റവും താഴേക്ക് വരച്ച് യോജിപ്പിച്ചു. അപ്പോൾ വിങ്സായി. ഇനി ടെയിൽ വേണമല്ലോ. വാല്, നല്ല നീണ്ട വാല് വരയ്ക്കണം. ഇതുപോലെ വരയ്ക്കണം. ഇപ്പോൾ ബേഡിൻ്റെ ഷേപ്പായില്ലേ? ഇനി ബേഡ് ഇരിക്കണത് എവിടെയാണ്? ട്രീയുടെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിലായിരിക്കുമല്ലോ, മരക്കൊമ്പിലായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ മരത്തിൻ്റെ ചില്ലയാണ് വരയ്ക്കുന്നത്. അപ്പോൾ ട്രീയുടെ ബ്രാഞ്ചും ലീവ്സും ഒക്കെ വരച്ചു. ഇനി നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുത്ത് നല്ല ബ്യൂട്ടിഫുള്ളാക്കി എടുക്കാം ഈ ബേഡിന്. ബീക്കിന് റെഡ് കൊടുത്തു. ഇനി ഇതിൻ്റെ ഹെഡിന് യെല്ലോ കളറും ഗ്രീൻ കളറും റെഡ് കളറും ഒക്കെ കൊടുക്കാം നമുക്ക്.
ഹായ്, ദേ നോക്കിയേ, ഇപ്പോൾ നമുക്ക് നല്ല സുന്ദരിയായ ഒരു പക്ഷിയെ നമുക്ക് കിട്ടി അല്ലേ? ഇതെന്താണ്? ഇത് റായാണ് അല്ലേ? ഈ ബേഡിൻ്റെ വിങ്സ് നോക്കൂ. ഈ ബേഡ് പറക്കാൻ തയ്യാറായിട്ട് നിൽക്കുക, അവിടെ ഇരിക്കുക. ഇപ്പം പറന്നു പോകും. ആ രീതിയിലാണ് അതിൻ്റെ വിങ്സൊക്കെ വിടർത്തി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ആ വിങ്സിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് നമുക്ക് വരച്ച് നോക്കാം. ദാ ഇതുപോലെയാണല്ലേ അതിൻ്റെ വിങ്സ് വരച്ചിരിക്കുന്നത്. ഇതെന്താണെന്ന് അറിയാമോ? ഇത് മലയാള അക്ഷരമാലയിലെ ന എന്ന് പറയുന്ന അക്ഷരമാണ്. ന എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ന വെച്ച് കേൾക്കാറുണ്ടല്ലോ. ഏതാണ്? നദി, നഖം, പിന്നെ പന. ഈ വാക്കുകളിലൊക്കെ ന എന്ന് പറയുന്ന ഈ അക്ഷരം വരുന്നുണ്ട് അല്ലേ? ഒരു വട്ടം കൂടി എഴുതി നോക്കാം. ഇതുപോലെ റാ വരച്ചു, വീണ്ടും ചേർത്തൊരു റാ വരച്ചു. അതിനെന്താണ് പറയുന്നത്? ന എന്നാണ് അല്ലേ? ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്യാപിറ്റൽ എ വരയ്ക്കാൻ പഠിച്ചല്ലോ. ക്യാപിറ്റൽ എ എങ്ങനെയായിരുന്നു? റൈറ്റ് വേർഡ് സ്ലാൻഡിങ് ലൈൻ, ലെഫ്റ്റ് വേർഡ് സ്ലാൻഡിങ് ലൈൻ യോജിപ്പിച്ച് വെച്ചു. ഇതുപോലെ. അതിനുശേഷം മിഡിൽ പോർഷനിൽ ഒരു സ്ലീപ്പിംഗ് ലൈൻ വരച്ചല്ലോ. ഇതുപോലെ. ഇതെന്താണ്? ക്യാപിറ്റൽ എ ആണെന്ന് പഠിച്ചു അല്ലേ? ഇനി നമുക്ക് പുതിയ ഒരു അക്ഷരം പഠിക്കാം. ഇനി ഈ എ വരച്ചതുപോലെ തന്നെ റൈറ്റ് വേർഡ് ഒരു സ്ലാൻഡിങ് ലൈനും ലെഫ്റ്റ് വേർഡ് ഒരു സ്ലാൻഡിങ് ലൈനും വരയ്ക്കുക. അതിനുശേഷം വീണ്ടും റൈറ്റ് വേർഡ് സ്ലാൻഡിങ് ലൈൻ, ലെഫ്റ്റ് വേർഡ് സ്ലാൻഡിങ് ലൈൻ. ഇപ്പോൾ 2 ആയില്ലേ? 2 യോജിപ്പിച്ച് വെച്ചിരിക്കുന്നു. ഇതെന്താണെന്ന് അറിയാമോ? ഇതൊരു പുതിയ ലെറ്ററാണ്. ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ ക്യാപിറ്റൽ എം എന്ന് പറയുന്ന അക്ഷരമാണിത്. എന്താണ്? ക്യാപിറ്റൽ എം. നമ്മൾ ക്യാപിറ്റൽ എ വരയ്ക്കുന്നത് പോലെ തന്നെയാണ്, വളരെ സിമ്പിളായിട്ട് വരച്ചെടുക്കാം. ഇനി ഈ ക്യാപിറ്റൽ എമ്മിനോടൊപ്പം തന്നെ അതിൻ്റെ ഫ്രണ്ടായ സ്മോൾ എമ്മിനെ വരയ്ക്കണമല്ലോ. അത് ഈ നാ പോലെയാണ്. സ്മോൾ എം വരയ്ക്കുന്നത് നാ പോലെ തന്നെയാണ്. നാ വരച്ചത് എങ്ങനെയാണ്? ഇതുപോലെയാണ് നമ്മൾ നാ വരച്ചത്. അപ്പോൾ ഇത് തന്നെയാണ് സ്മോൾ എമ്മും. എന്നിട്ട് ഇതിൻ്റെ അറ്റത്തൊരു ചെറിയ ടെയിൽ പോലെയുണ്ട് സ്മോൾ എം. ഇതുപോലെ വരയ്ക്കുന്നതാണ് സ്മോൾ എം. അപ്പോൾ ക്യാപിറ്റൽ എമ്മോ മനസ്സിലായി, സ്മോൾ എമ്മോ മനസ്സിലായി അല്ലേ? സ്മോൾ എം, ക്യാപിറ്റൽ എം, സ്മോൾ എം. റാ, നാ, ക്യാപിറ്റൽ എം, സ്മോൾ എം. ഇപ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും അക്ഷരങ്ങളെല്ലാം മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇന്ന് പഠിച്ച ലെറ്റേഴ്സൊക്കെ എങ്ങനെയാണ് 4 ലൈനിൽ എഴുതുന്നതെന്ന് നോക്കാം. ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് 4 ലൈനിലാണല്ലോ എഴുതുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഫസ്റ്റ് 3 ലൈനിൽ എഴുതണം. ഇന്ന് നമ്മൾ എം പഠിച്ചു. ഫസ്റ്റ് 3 ലൈനിൽ ഇതുപോലെ ക്യാപിറ്റൽ എം എഴുതുക. ഇനി സ്മോൾ എം എഴുതുമ്പോൾ മിഡിൽ പോർഷനിലെ 2 ലൈനിൽ മുട്ടിച്ചിട്ടാണ് എഴുതുന്നത് സ്മോൾ എം. ഇനി ഡോട്ടഡ് ലൈനിലാണ് കുഞ്ഞുങ്ങൾ ആദ്യം പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ടത്. പാരൻസ് ഇതുപോലെ ഡോട്ടഡ് ലൈൻ ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് ഓരോ ഡോട്ട്സും ഫില്ല് ചെയ്ത് വേണം കുട്ടികൾ ആദ്യം വരച്ച് പഠിക്കാൻ. ഇതുപോലെ ഡോട്ടിട്ട് ഫില്ല് ചെയ്ത് പഠിക്കണം. സ്മോൾ എം, ക്യാപിറ്റൽ എം, സ്മോൾ എം. ഇനി നമ്മൾ നായാണ് പഠിച്ചത്. മലയാളം കോപ്പി എഴുതുമ്പോൾ 2 ലൈനിൽ മുട്ടിയാണ് എഴുതേണ്ടത്, പുറത്ത് പോകരുത്. ഇതുപോലെ 2 ലൈനിൽ മുട്ടിച്ച് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് എഴുതാൻ പഠിക്കണം. ഡോട്ടഡ് ലൈൻ ഇട്ട് അതിൻ്റെ മുകളിൽ കൂടി ട്രേസ് ചെയ്ത് വീണ്ടും ട്രേസ് ചെയ്ത് ബൈ ഹാർട്ട് ആവുന്നത് വരെ പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം.
ഇതുപോലെയാണ് ഡോട്ടഡ് ലൈൻ ഇടേണ്ടത്. ഇതുപോലെ ഓരോ ഡോട്ടിൽ നിന്ന് ഓരോ ഡോട്ടിലേക്ക് ജോയിൻ ചെയ്ത് വേണം പഠിക്കാൻ. ആദ്യം പതുക്കെ ഡോട്ടുകൾ ജോയിൻ ചെയ്ത് പോകുക. അതിനുശേഷം ബൈ ഹാർട്ട് ആവുന്നതിനനുസരിച്ച് സ്പീഡ് കൂടിക്കോളും. ഒരു പ്രാവശ്യം മാത്രമല്ല, വീണ്ടും വരച്ചതിൻ്റെ മുകളിൽ കൂടി വരച്ച് വീണ്ടും ട്രേസ് ചെയ്ത് പഠിക്കണം. വീണ്ടും ട്രേസ് ചെയ്തെടുക്കുക. വീണ്ടും ഡോട്ടുകൾ ജോയിൻ ചെയ്ത് പഠിക്കുക. എല്ലാ കുഞ്ഞുങ്ങൾക്കും മനസ്സിലായല്ലോ. ഇനി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നെക്സ്റ്റ് ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.